ഹായ് ഫ്രണ്ട്സ്, സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻറ്റ് പരീക്ഷയ്ക്ക് ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അടുത്ത ആഴ്ചയാണ് എക്സാം. അപ്പം നിങ്ങൾ എല്ലാം ഏകദേശം പഠിച്ച് റിവിഷനിലേക്കൊക്കെ കടന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ നോക്കിപ്പോകേണ്ട ഒരു ഭാഗമാണ് മലയാള സാഹിത്യം. മിക്ക പരീക്ഷകളും 10ാം തരം എടുത്തു കഴിഞ്ഞാൽ വരികൾ തന്നിട്ട് സാഹിത്യകാരന്മാരെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതാണ് നമ്മളിന്ന് നോക്കുന്നത്. നേരത്തെ PSC ചോദിച്ചിട്ടുള്ളതാണ്. ആദ്യത്തേത്, സൂക്ഷിച്ചു നോക്കൂ കവിതയല്ലാതെന്തുണ്ട് ഭൂമിയിൽ, എല്ലാറ്റിലും കവിത. ഈ വരികൾ ആരുടെയാണ് എന്നുള്ളതാണ്. പി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന പി കുഞ്ഞിരാമൻ നായർ എഴുതിയ വരികളാണ്. സൂക്ഷിച്ചു നോക്കൂ കവിതയല്ലാതെന്തുണ്ട് ഭൂമിയിൽ, എല്ലാറ്റിലും കവിത. സൂക്ഷിച്ചു നോക്കൂ കവിതയല്ലാതെന്തുണ്ട് ഭൂമിയിൽ, എല്ലാറ്റിലും കവിത എന്ന വരികൾ പി കുഞ്ഞിരാമൻ നായരുടേതാണ്. അടുത്തത്, കുഴിവെട്ടി മൂടുക വേദനകൾ, കൃതി കൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ. ഈ വരികളിൽ തന്നെ ആരാണ് എഴുതിയത് എന്നുള്ളതിൻ്റെ ഒരു ക്ലൂ ഉണ്ട്. ശക്തിയുടെ കവി എന്നറിയപ്പെടുന്ന ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ വരികളാണിത്. കുഴിവെട്ടി മൂടുക വേദനകൾ, കൃതി കൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ. അദ്ദേഹത്തിൻ്റെതാണ് പൂതപ്പാട്ട്. പൂതപ്പാട്ട്, കാവിലെ പാട്ട് ഒക്കെ അദ്ദേഹം എഴുതിയ കൃതികളാണ്. അദ്ദേഹത്തിൻ്റെ കാവിലെ പാട്ട് എന്ന കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു പിടി നെല്ലിക്ക എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചിട്ടുണ്ട്. അടുത്തത്, അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രങ്ങളെക്കാൾ അറിയുന്ന എൻ്റെ നിളാനദിയാണ് എനിക്കിഷ്ടം. ഇതിലും ക്ലൂ ഉണ്ട്. അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രങ്ങളെക്കാൾ അറിയുന്ന എൻ്റെ നിളാനദിയാണ് എനിക്കിഷ്ടം. ഈ വരികളിൽ തന്നെ ക്ലൂ ഉണ്ട്. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന നമ്മുടെ MT വാസുദേവൻ നായരുടെ വരികളാണിത്. അപ്പം നിളാനദിയാണ് എനിക്കിഷ്ടം എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് ആരെഴുതിയതാണ് എന്ന് കിട്ടും. MT വാസുദേവൻ നായരുടേതാണ്. അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ. ആരുടെ വരികളാണ്? അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ. ഇത് നളിനി എന്ന കൃതിയിലെ വരികളാണ്. കുമാരനാശാൻ എഴുതിയതാണ്. കുമാരനാശാൻ്റെ നളിനി എന്ന കൃതിയിലെ വരികളാണ് അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ എന്നുള്ളത്. അതുപോലെ സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. ഈ വരികൾ ആരുടെയാണ്? കുമാരനാശാൻ്റെ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഉദ്ബോധനം എന്ന കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. ഒരു ഉദ്ബോധനം എന്ന കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. കുമാരനാശാൻ്റെ കൃതികൾ ഏതൊക്കെയെന്ന് PSC ചോദിക്കാറുണ്ട്. കൃതികൾ തന്നിട്ട് ആരെഴുതിയതാണ് എന്ന് ചോദിക്കാറുണ്ട്. വീണപ്പൂവ്, ഒരു സിംഹപ്രസവം, നളിനി, ലീല, ബാലരാമായണം, ഗ്രാമവൃക്ഷത്തിലെ കുയിൽ, പ്രരോദനം, ചിന്താവിഷ്ടയായ സീത, ദുരവസ്ഥ, ചണ്ടാല ഭിക്ഷുകി, കരുണ. ഇതെല്ലാം ആരെഴുതിയതാണ്? കുമാരനാശാൻ്റെ കൃതികളാണ്. വീണപ്പൂവ്, ഒരു സിംഹപ്രസവം, നളിനി, ലീല, ഇത്രയും ഓർത്തിരിക്കുക. പിന്നെ ബാലരാമായണം, ഗ്രാമവൃക്ഷത്തിലെ കുയിൽ, പ്രരോദനം, ചിന്താവിഷ്ടയായ സീത, ദുരവസ്ഥ, ചണ്ടാല ഭിക്ഷുകി, കരുണ. ഇത്രയും കുമാരനാശാൻ്റെ കൃതികളാണ് എന്ന് ഓർത്തിരിക്കുക. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ. കേരള വാൽമീകി എന്നറിയപ്പെടുന്ന കേരള കലാമണ്ഡല സ്ഥാപകനായിട്ടുള്ള വള്ളത്തോളിൻ്റെ വരികളാണ് ഇത്. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ. കേരള വാൽമീകി എന്നറിയപ്പെടുന്ന വള്ളത്തോളിൻ്റെ വരികളാണിത്. അദ്ദേഹത്തിൻ്റെ കൃതികൾ കൊച്ചു സീത, സാഹിത്യമഞ്ജരി 11 ഭാഗം എഴുതിയിട്ടുണ്ട്. അതുപോലെ ഋതുവിലാസം, എൻ്റെ ഗുരുനാഥൻ, ബദിരവിലാപം, ബാപ്പുജി ഒക്കെ അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരനാണ് എന്നോർക്കുക. അദ്ദേഹത്തിൻ്റെ കൃതികളാണ് ഋതുവിലാസം, എൻ്റെ ഗുരുനാഥൻ, ബദിരവിലാപം, ബാപ്പുജി, കൊച്ചു സീത,
സാഹിത്യമഞ്ജരി 11 ഭാഗങ്ങൾ എഴുതിയിട്ടുണ്ട്. കാക്കേ കാക്കേ കൂടെവിടെ, പ്രാവേ പ്രാവേ പോകരുതേ. ഇതൊക്കെ എഴുതിയത് ആരാണ്? ഉമാകേരളം എന്ന മഹാകാവ്യം എഴുതിയ വ്യക്തിയാണ്. അതുപോലെ പിങ്കള, കണ്ണഭൂഷണം, ഭക്തിദീപിക ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെ കൃതികളാണ്. പ്രേമസംഗീതം എന്ന കൃതി എഴുതിയിട്ടുണ്ട്. ആരുടെയാണ്? ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെയാണ്. അദ്ദേഹമാണ് കാക്കേ കാക്കേ കൂടെവിടെ എന്ന പാട്ട് എഴുതിയത്. അതുപോലെ പ്രാവേ പ്രാവേ പോകരുതേ എന്ന പാട്ട് എഴുതിയതും ഉള്ളൂർ എസ് പരമേശ്വരയ്യരാണ്. ഒരൊറ്റ മതമുണ്ടുലകിന്നുയിര, പ്രേമമതൊന്നല്ലോ എന്ന് തുടങ്ങുന്ന വരികളും ആരുടെയാണ്? ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെയാണ്. അദ്ദേഹത്തിൻ്റെ പ്രേമസംഗീതം എന്ന കൃതിയിലെയാണ്. കപടലോകത്തിൽ എന്നുടെ കാപട്യം, സകലരും കാൺമതാണെൻ പരാജയം. ഈ വരികൾ എഴുതിയത് കുഞ്ഞുണ്ണി മാഷാണ്. കുഞ്ഞുണ്ണി മാഷിൻ്റെ വരികളാണ്. കപടലോകത്തിൽ എന്നുടെ കാപട്യം, സകലരും കാൺമതാണെൻ പരാജയം. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.